Hey everyone, welcome to ഇറാ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറാ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഏത് ചാപ്റ്റർ ആയിരുന്നു? തേർഡ് ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിലെ വാമപ്പ് ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ 2 വാമപ്പ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കുക, ഡിവൈഡ് ബൈ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. നിങ്ങൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വാമപ്പ് ആണ് ചെയ്യുന്നത്. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 351നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് 351നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? നോക്കുക, ഇങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ 351 ഉള്ളിൽ എഴുതുക, പുറത്തെന്ത് ചെയ്യാം 9. ഇത് നോക്കേണ്ട കാര്യം എന്താ, 3ൽ 9 പോവോ നോക്കുക. 3ൽ 9 പോവോ? ഇല്ല, 3 ചെറുതാണ്, 9നേക്കാളും ചെറുതാണ്. അപ്പോൾ 3ൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത നമ്പർ നോക്കുക, 35i, അതായത് 35ൽ 9 എത്ര തവണ പോകും നോക്കുക. 35ൽ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലുക. 1 × 9 9, 2 × 9 18, 3 × 9 27, 4 × 9 36 അല്ലേ? 4 × 9 36 ഇവിടെ ഏതാ 35 തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 4 × 9 എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുന്നുള്ള വാല്യൂ നോക്കുക. അപ്പോൾ 4 × 3. അപ്പോൾ 3 മേലെ എഴുതാം, താഴെ 35ൻ്റെ താഴെ 27. 35ന്ന് 27 കുറയ്ക്കാം. 35ന്ന് 27 കുറയ്ക്കുമ്പോൾ 8. ഇനി നോക്കുക, 8ൽ 9 പോവോ? 8ൽ 9 പോവില്ല, കാരണം 9നേക്കാളും ചെറിയ നമ്പറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത നമ്പർ താഴോട്ട് ഇറക്കിയിടുക. അപ്പോൾ 81ൽ 9 എത്ര തവണ? അപ്പോൾ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുക 81 ഉണ്ടോ എന്നുള്ളത്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 9 × 9 = 81 അല്ലേ? അപ്പോൾ മേലെ 9 എഴുതാം. സോ 81ന്ന് 81 കുറയ്ക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 0. അപ്പോൾ 351ൽ 9 എത്ര വട്ടം പോവും? 39 ടൈംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 217 ഡിവൈഡഡ് ബൈ 7. 217നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 2 ചെറിയ നമ്പറാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ കൂടി എടുക്കുക, 21. 21ൽ 7 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 7 × 3 = 21. സോ മേലെ എന്ത് എഴുതാം? 3 എന്ന് എഴുതാം, താഴെ 21. 21ന്ന് 21 കുറയ്ക്കുമ്പോൾ 0. അടുത്ത നമ്പർ ഇറക്കിയിടുക 7. 7ൽ 7 നിങ്ങൾക്കറിയാം, 7ൽ 7 എത്ര വട്ടം പോവും? 1. 1 × 7 = 7. സോ 31. 7ന്ന് 7 കുറയ്ക്കുമ്പോൾ 0. 31 തവണ ആൻസർ എന്തായിരിക്കും? 271നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 31 ടൈംസ് നമുക്ക് പോകും. തേർഡ് ക്വസ്റ്റ്യൻ 488 ഡിവൈഡഡ് ബൈ 4. 488നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് നമ്പർ 4 ആണ്. 4ൽ 4 1 ടൈംസ്. 1 × 4 = 4. സോ മേലെ 1 എഴുതാം. 1 × 4 4, താഴെ എഴുതാം. 4ന്ന് 4 കുറച്ചാൽ 0. അടുത്ത നമ്പർ ഇറക്കിയിടാൻ. അടുത്ത നമ്പർ 8 ആണ്. 4 × 2 = 8. 4 × 1 4, 4 × 2 = 8. സോ താഴെ 8 ഇടുക. 8ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ വീണ്ടും 0. മേലാണ് 2 എഴുതണ്ട കേട്ടോ. 8ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ വീണ്ടും 0. അടുത്ത നമ്പർ ഇറക്കിയിടുക. അടുത്ത നമ്പർ ഏതാ? 8. 8ൽ 4 വീണ്ടും 2 ടൈംസ്. സോ 8ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 0. സോ 488നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയായിരിക്കും? 122. Second question, use the properties of multiplication and division to complete the following. ഇപ്പോൾ ഇവിടെ റെഡ് കളറിലുള്ളത് ആൻസേഴ്സ് ആണ്, ബ്ലാക്ക് കളറിലുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റ് എല്ലാം എന്ത് ചെയ്യുക? ഫില്ലപ്പ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 24 × 15. 24 × 15 = നിങ്ങൾ പഠിച്ചിട്ടുണ്ട് A × B. A × B ചെയ്താലും B × A ചെയ്താലും ഉത്തരം തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും അല്ലേ? അതായത് 2 × 3 ചെയ്താൽ എന്താ കിട്ടുക? 6 ആണ് കിട്ടുക. അതേപോലെ 3 × 2 ചെയ്താലും എന്തെന്നെ കിട്ടുക? 6. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താ? 24 × 15. 24നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. അതേ ഉത്തരം തന്നെയായിരിക്കും എന്ത് ചെയ്യുക? തിരിച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുക. സോ 15 × 24. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 ആയിരിക്കും. ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0. അപ്പോൾ 315നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്?
315നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 0. തേർഡ് ക്വസ്റ്റ്യൻ, 0 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ. 0നെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? 0. 0 ഡിവൈഡഡ് ബൈ ഏതൊരു നമ്പർ ചെയ്താലും ആൻസർ എന്തായിരിക്കും? 0. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 93 എത്രയായിരിക്കും? എത്രയായിരിക്കും? 0. ഇനി സെയിം നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയിരിക്കും. 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക അല്ലേ? 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അങ്ങനെയാണെങ്കിൽ 250നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലേ നിങ്ങൾക്ക് 1 കിട്ടുക? ആ നമ്പർ തന്നെ. സോ 250 divided by 215 is equal 1. ഇനി 15 into 10, 15 into 10, 150 അല്ലേ? 15 into 10, 150. 7 into 300, 7 into 3 നിങ്ങൾക്ക് അറിയാം. 7 into 3 എത്രയാ? 21. എത്ര സീറോസ് ഉണ്ട്? 2 zeros ഉണ്ട്. സോ ആൻസറിലും 2 zeros ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 28 into 100, 28 into 100, 28 into 1 എന്താ? 28. ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 2 zeros ഉണ്ട്. സോ ആൻസറിലും 2 zeros ഇട്ട് കൊടുക്കുക. സോ ആൻസർ വിൽ ബി 2800. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9 into 4000. നോക്കേണ്ട കാര്യം എന്താ? ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 9 into 4, 36. സീറോസ് ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 9 into 4, 36. 36 എന്ന് എഴുതാം. എത്ര സീറോസ് ഉണ്ട്? 3 zeros ഉണ്ട്. സോ ആൻസറിലും 3 zeros ഇട്ട് കൊടുക്കുക. സോ ആൻസർ വിൽ ബി 36,000. ക്ലിയർഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 417നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് എത്ര? റിമൈൻഡർ എത്രയാണ്? അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കോഷ്യൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, റിമൈൻഡർ എന്താ കണ്ടുപിടിക്കുക. സോ ആൻസർ വിൽ ബി, കോഷ്യൻ്റ് വിൽ ബി 47 ആൻഡ് റിമൈൻഡർ വിൽ ബി 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 685 ഡിവൈഡ് ബൈ 10. 685നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് എത്രയാണ്? കോഷ്യൻ്റ് 68, റിമൈൻഡർ 5. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോഷ്യൻ്റും കിട്ടും, റിമൈൻഡറും കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന വാമപ്പ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ചാപ്റ്ററിലോട്ട് എൻട്രി ചെയ്യാം കേട്ടോ. ചാപ്റ്ററിലുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾക്കറിയാം രണ്ട് നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് അല്ലേ? ഇവിടെ നോക്കുക. The number which is being multiplied is called multiplicand, and the number which is being multiplied is called multiplier, and the numbers obtained on multiplication is called product. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ എന്ത് പറയും? മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറയും. ഒരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയും. ഒരു നമ്പറിനെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ഏത് നമ്പറിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറയാം? ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഏത് നമ്പറുമായിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആദ്യത്തെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? മൾട്ടിപ്ലിക്കൻ്റ്. ഇപ്പോൾ 2 into 3 ആണ്. ഇപ്പോൾ 2 ആണ് എൻ്റെ എന്ത്? ഞാൻ 2 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ആണ് എൻ്റെ എന്ത്? മൾട്ടിപ്ലിക്കൻ്റ്. ഇനി ഏത് നമ്പറിനെ, ഞാനൊരു നമ്പറിനെ വേറൊരു നമ്പർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? മൾട്ടിപ്ലയർ എന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മൾട്ടിപ്ലിക്കൻ്റ് ആണ്. 2 ആരുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3 ആയിട്ടാണ്. സോ 3 is called multiplier. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഏതാണോ അതിനെ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ്. സോ 2 into 3 is equal 6. സോ 6 is the product. ക്ലിയർഡ്? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കൻ്റ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏത് നമ്പറുമായിട്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലയർ. കിട്ടുന്ന റിസൾട്ട് ഏതാണോ അല്ലെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഏതാണോ അതിനെ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് 1 ഡിജിറ്റ് മൾട്ടിപ്ലയർ. 1 ഡിജിറ്റ് മൾട്ടിപ്ലയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ഡിജിറ്റുള്ള നമ്പറുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 1 ഡിജിറ്റ് മൾട്ടിപ്ലയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു നമ്പർ, ഒറ്റ സംഖ്യ കൊണ്ടാണ്, ഒരു ഡിജിറ്റുള്ള നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക. 215 into 4. 215നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? നിങ്ങൾക്കറിയാം 5 into 4, 20 അല്ലേ? സോ 0 താഴെ ഇടുക. 2 ബാലൻസ് ആണ്, ബാലൻസ് ഉള്ളത് മേലെ എഴുതുക. 1 into 4, 4 plus 2 എന്താണോ നിങ്ങൾക്ക് ബാലൻസ് വന്നിട്ടുള്ളത് അത് ആഡ് ചെയ്യണം. 1 into 4, 4 plus 2 6. സോ 6 ഇറക്കിയിടുക.
അടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 4 2 into 4 8. സോ ആൻസർ വിൽ ബി 860. ഒന്നുകൂടി പറഞ്ഞുതരാം. 215 3 നമ്പേഴ്സ് ഉണ്ട്. 3 നമ്പേഴ്സും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ നമ്പർ ബാക്കിൽ നിന്ന് തുടങ്ങുക കേട്ടോ. 5 into 4 5 into 4 എത്രയാണ്? 20. അപ്പോൾ അതിൽ 20ൽ ആദ്യത്തെ നമ്പർ 0 ആണ് അല്ലേ? അപ്പോൾ 0 ആദ്യം എഴുതുക, 2നെ മേലെ കൊണ്ട് എഴുതുക. അടുത്ത് നോക്കുക 1 into 4 1. അല്ലാതെ ഒരിക്കലും 2ഉം 3ഉം 1ഉം ആഡ് ചെയ്ത് 3 into 4 ചെയ്യരുത്. ആദ്യം ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്, പിന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. 1 into 4 4 4 plus 2 6 6 ഇറക്കിട്ടു. അവിടെ ബാലൻസ് ഒന്നുമില്ല. അടുത്ത നമ്പർ 2 into 4 2 into 4 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ ആൻസർ വിൽ ബി 860. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് 1308 into 7. അതായത് ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? 1 digit മൾട്ടിപ്ലയർ എന്ന് പറയാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏത് നമ്പർ ആയിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്ന അത് ഒറ്റ ഡിജിറ്റ് ആയിരിക്കും. ഇത് ഒരു നമ്പറുള്ള ഒരു ഡിജിറ്റ് ആയിരിക്കും. നോക്കുക 1308നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ലോണം പഠിച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 8 into 7 8 into 7 എത്രയാണ്? 56 അല്ലേ? ഇപ്പോൾ 6 എഴുതുക, 5 ബാലൻസ് മേലെ. 0 into 7 ഞാൻ പറഞ്ഞു 0 ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും? 0. 0 into 7 equal 0. പ്ലസ് 5 മേലെ 5 ആണ് ബാലൻസ് ഉള്ളത് അല്ലേ? അപ്പോൾ 5 ആഡ് ചെയ്യാം. 0 plus 5 5. 3 into 7 3 into 7 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുക. 3 into 7 21 അല്ലേ? സോ 1 താഴെ എഴുതുക, 2 മേലെ എഴുതുക. 1 into 7 7 7 plus 2 9. So answer will be 9156. Next question, 421 into 3. 3 നമ്പേഴ്സ് ഉണ്ട്. 3 നമ്പേഴ്സും ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 3 3 2 into 3 6 4 into 3 12. So 12 1263. Next question, 3547 into 7. 4 നമ്പേഴ്സ് ഉണ്ട്. 4 നമ്പേഴ്സും ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് നമ്പർ 7 into 7 7 into 7 49 അല്ലേ? 9 താഴെ എഴുതുക, 4 മേലെ കൊണ്ടെഴുതുക. ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. അത് ഞാൻ വീണ്ടും പറയുന്നത് എന്തിനാ വെച്ചാൽ ചിലവർ എന്ത് ചെയ്യും? ആദ്യം ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ പൊട്ടത്തിൽ എഴുതി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 4 into 7 4 into 7 28 അല്ലേ? 28 plus 4 28ഉം 4ഉം ആഡ് ചെയ്യുക. ഇനി 28ഉം 4ഉം ആഡ് ചെയ്താൽ 32. സോ 2 താഴെ എഴുതുക, 3 മേലെ കൊണ്ടെഴുതുക. 5 into 7 5 into 7 എത്രയാണ്? 35. 35 plus 3 മേലെ 3 ഉണ്ട്, അപ്പോൾ ആഡ് ചെയ്യണം. 35 plus 3 38. സോ 8 വേണം താഴെ എഴുതാൻ, 3 എവിടെ കൊണ്ടെഴുതണം? മേലെ കൊണ്ടെഴുതണം. വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 7 3 into 7 21 21 plus 3 24. So answer will be 24,829. മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6524 into 5. 4 നമ്പേഴ്സ് ഉണ്ട്. 4 നമ്പേഴ്സും ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 into 5 4 into 5 എത്രയാണ്? 20. സോ 0 താഴെ എഴുതി, 2 മേലെ കൊണ്ടെഴുതി. 2 into 5 2 into 5 എത്രയാണ്? 10. മേലെ ഒരു 2 ഉണ്ട്, അത് ആഡ് ചെയ്യണം. 10 plus 2 12. സോ 2 താഴെ എഴുതി, 1 മേലെ കൊണ്ടെഴുതി. 5 into 5 5 into 5 25. 25 plus 1 26. സോ 6 താഴെ എഴുതി, 2 മേലെ കൊണ്ടെഴുതി. 6 into 5 6 into 5 30. 30 plus 2 32. സോ ആൻസർ വിൽ ബി 32,620. ഇപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹിയർ ഇസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെയ്തിട്ട് കാണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ടിലോട്ട് എല്ലാം എഴുതണം കേട്ടോ. ഈ വീഡിയോയിൽ എന്തൊക്കെയാണോ, ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണോ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോട്ട് ബുക്കിൽ വേണം എഴുതാൻ. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് ചെയ്ത് കാണിച്ചു തരരുത്. കുറേ ആൾക്കാരെ ടെക്സ്റ്റ് ബുക്കിലാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾക്ക് ചെയ്യാം, നോട്ട് ബുക്കിലോട്ട് തന്നെ എഴുതി പഠിക്കുക.
Thank you. If you like this video, please like, share and subscribe. We can discuss more problems in next class. Thank you.